ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ടേബിൾ ടോപ്പിൽ നിന്ന് കിട്ടിയൊരു മുട്ടൻ പണിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബോബിൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ളൊരു പകുതിയോളം ത്രെഡ് ഈ ഒരു വീലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയി. നമ്മളിത് എപ്പോഴും മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെഷീൻ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായി തുടങ്ങി. അപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ലാസ്റ്റ് ഫുള്ള് ഇങ്ങനെ സ്റ്റക്കായി പോയപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ ഒരു നൂലിങ്ങനെ കഴിയാറായി, ഫുള്ള് തീർന്നു. ബോബിനിൽ നിന്നൊക്കെ വിട്ടു എനിക്ക് നൂലിങ്ങനെ കയറി പോകുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ സംഭവം മനസ്സിലായി. പിന്നെ വേഗം യൂട്യൂബ് എടുത്തൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇതെങ്ങനെ ഒന്ന് അഴിച്ചു പണിയാൻ, നൂല് കയറി പോയതാണല്ലോ, ഇതെങ്ങനെ അഴിച്ചു പണിയുന്ന പോലെ വീഡിയോസൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഞാൻ തന്നെ ഓരോരോ പോർഷൻസായിട്ട് അഴിച്ചും പിടിച്ചും ഒക്കെ നോക്കി. അവസാനം ഈ വീലും ഒക്കെ ഞാൻ അഴിച്ച് നോക്കിയിട്ടോ, ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈ വീല് അഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബെൽറ്റ് പോകുന്നുണ്ടതൊക്കെ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ചുവടുഭാഗം അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം അഴിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് അഴിച്ചപ്പോഴാണ് മോട്ടറും ബെൽറ്റൊക്കെ പോകുന്ന ഈ ഒരു പോർഷൻ ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫുൾ നൂലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നൂൽ വെട്ടിയൊക്കെ എടുത്ത് ലൂസാക്കിയും തിരിച്ചും ഒക്കെ ആയിട്ട് ഫുൾ നൂല് നമ്മളിങ്ങോട്ട് തിരിച്ചെടുത്തു കേട്ടോ, പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ചൊക്കെ റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടേബിൾ ടോപ്പ് മെഷീൻ്റെ ഈ ഒരു പോർഷനിൽ നൂലും കാര്യങ്ങളൊന്നും വെക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് സിമ്പിളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു തുണ്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളായിട്ടത് കറങ്ങി അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നു. എത്രത്തോളം നൂലുണ്ടോ അത്രത്തോളം, അതായത് മെഷീൻ സ്റ്റക്കാവുന്ന വരെ അത് പോയിക്കൊണ്ടിരിക്കും, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. എനിക്കിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അങ്ങനെ ഫിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് പഴയ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടാണ്. നമ്മുടെ മെഷീനൊക്കെ അടിപൊളിയാണ്. ഇത് അഴിച്ച് പണിതപ്പോൾ ഇത് എക്സ്ട്രാ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് അവർ പണിത സമയത്ത് അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളതായിരിക്കും, നമ്മൾ അഴിച്ചിട്ടുള്ളതൊന്നല്ലേ. അങ്ങനെ നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്ഫുള്ളാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ പകുതിയിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അങ്ങനെ എടുത്ത് ഷെയർ ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്നത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കാതിരിക്കുകയെങ്കിലും, സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ച് പണിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് എന്തായാലും ഷോർട്ടായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇത് അഴിച്ച് പണിതിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കമൻറ്റും ചെയ്തേക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.